നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ന്യൂസിലൻഡിലെ ഹൗസിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ന്യൂസിലൻഡിൽ നിങ്ങളൊരു വീട് നോക്കി നടക്കുന്നവർക്കാണെങ്കിൽ ഒരു ഹോം ആൻഡ് ഇൻകം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ ഗ്രാനി ഫ്ലാറ്റ് ഉള്ള പ്രോപ്പർട്ടികൾ കാണും. അങ്ങനെയൊക്കെ ഉള്ളത് എന്താണ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു റെൻറ്റ് നോക്കി നടക്കുന്നവർക്ക് ഒരു ഗ്രാനി ഫ്ലാറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിനകത്ത് ഉള്ളത്, അതെങ്ങനെയുള്ള പ്രോപ്പർട്ടി ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടുത്തെ ഈ ഗ്രാനി ഫ്ലാറ്റ് നിങ്ങളുമായി ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഗ്രാനി ഫ്ലാറ്റിൻ്റെ ഒരു ഷേപ്പ്, സാധാരണ ഗ്രാനി ഫ്ലാറ്റിൽ കാണുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഗ്രാനി ഫ്ലാറ്റ് നിങ്ങൾ റെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രാനി ഫ്ലാറ്റ് ഉള്ള വീട് വാങ്ങിക്കാനോ നിങ്ങൾ പ്ലാൻ ഇടുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഈ ഗ്രാനി ഫ്ലാറ്റാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നമ്മൾ എൻട്രൻസിലേക്ക് ഇങ്ങനെ കയറിയെങ്കിൽ ഇതിലൂടെ കയറിയെങ്കിൽ ഇവിടെ ഇതൊരു ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിന് ഇവിടെയാണെങ്കിൽ വാർഡ്രോബ് ഉണ്ട്. ഇത് രണ്ട് സൈഡിലും ഹാങ് ചെയ്യാനുള്ള ഇതുള്ള വാർഡ്രോബ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഡബിൾ ബെഡ് ഇടാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇത് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ ഡബിൾ വാർഡ്രോബും ഉണ്ട്. ഷെൽഫുകളും അതുപോലെ തന്നെ ഹാങ് ചെയ്യുവാനുള്ള സ്ഥലമുള്ള വാർഡ്രോബാണിത്. ഇതിൽ നിന്ന് ഇനി ഈ റൂമിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വന്നു കഴിയുമ്പം നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ബാത്റൂമും ഉണ്ട്. ഇവിടെ ഒരു ഷവറും ഉണ്ട് കേട്ടോ. ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റും ബാത്റൂമും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് മെയിൻ ഹൗസിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഗ്രാനി ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം മെയിൻ ഹൗസിൻ്റെ ഡോറ് ഇതാണ് കേട്ടോ. മെയിൻ ഹൗസിൻ്റെ ഒക്കെയുള്ള ഡോറാണ്. ഇതാണ് അടുത്ത ബെഡ്റൂം. അടുത്ത ബെഡ്റൂമിൽ ഇവിടെ നമ്മൾ ബെഡ് സൈഡ് ടേബിളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലും ഒരു ചെറിയ വാർഡ്രോബ്, അല്ലെങ്കിൽ ഒരു വോക്ക് ഇൻ വാർഡ്രോബ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്റ്റാൻഡ് ഇൻ വാർഡ്രോബ് അല്ലെങ്കിൽ ഒരു അലമാരിയുണ്ട്. ഇതുപോലെ ഒരു കബോർഡുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റും ബാത്റൂമും ഉണ്ട് കേട്ടോ. ഈ ബെഡ്റൂമിൻ്റെ അടുത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ബാത്റൂമും ഷവറും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇതാണ് നമ്മുടെ കിച്ചണ്. 4 ബർണറുള്ള സ്റ്റൗ ആണുള്ളത്. ഗ്യാസ് സ്റ്റൗ ആണിത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയുള്ള 3 ഡ്രോകളുണ്ട്. അതുപോലെ തന്നെ സൈഡുകളിലും ഡ്രോകളുണ്ട്. നമ്മൾ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ ക്യാബിനറ്റുകൾ അല്ലെങ്കിൽ സ്റ്റോറേജിനുള്ള സൗകര്യമുണ്ട്. ഈ കിച്ചൻ്റെ മുകളിലേക്കുള്ള സ്റ്റോറേജിനുള്ള സൗകര്യമുണ്ട്. ഇതുപോലെ 5 സ്റ്റോറേജ് ഉണ്ട്. ഇതിവിടെ എക്സോസ്റ്റിൻ്റെ സ്ഥലമുണ്ട്. അവിടെയും നമുക്ക് സ്റ്റോറേജ് ചെയ്യാവുന്നതുണ്ട്. ഇങ്ങനെ 4 സ്റ്റോറേജുകളുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കിച്ചൺ ക്യാബിനറ്റുകളുണ്ട് കേട്ടോ. ഇതുപോലെ 8 ക്യാബിനറ്റുണ്ട്. ഇതുപോലെ 8 ഡോറുകളുള്ള സ്റ്റോറേജിന് വേണ്ടിയുള്ള ക്യാബിനറ്റുകളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് റൂം കം ലൗഞ്ച് എന്ന് പറയാം. അതിനുള്ള സൗകര്യമാണിത്. ഇവിടെ നമുക്ക് ലൗഞ്ചിനും ഡൈനിങ് റൂമിനും കൂടെയുള്ള സെറ്റപ്പാണിത്. ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജും മൈക്രോവേവ് ഓവനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ സ്ലൈഡിങ് ഡോറാണ്. നമ്മൾ ആ ഫ്രണ്ടിലത്തെ ഡോറിലൂടെ വരണ്ടാത്തവർക്ക് ഈ സ്ലൈഡിങ് ഡോറിൽ കൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കോമൺ ആയിട്ട് ഈ സ്ലൈഡിങ് ഡോർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഈ 2 ബെഡ്റൂം ഗ്രാനി ഫ്ലാറ്റിൻ്റെ ഒരു ടൂറാണ് ഞാൻ കാണിച്ചത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. ആരെങ്കിലുമൊക്കെ വീട് തപ്പി നടക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു സാധാരണ ഒരു 2 ബെഡ്റൂം ഗ്രാനി ഫ്ലാറ്റിൽ ഇത്രയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് കേട്ടോ. ചിലപ്പോൾ 2 ബെഡ്റൂമിനാണ്, ചിലപ്പോൾ ഒരു ടോയ്ലറ്റേ കാണുള്ളൂ. അല്ലെങ്കിൽ ഈ ഗ്രാനി ഫ്ലാറ്റിനാണെങ്കിൽ 2 ടോയ്ലറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് ഒരു ഗ്രാനി ഫ്ലാറ്റിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞെങ്കിൽ മിക്കവാറും ഉള്ള ഗ്രാനി ഫ്ലാറ്റുകളിൽ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും. ഇത് മെയിൻ വീടിനോട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ഗ്രാനി ഫ്ലാറ്റാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. ചിലപ്പോൾ ചില വീടുകൾക്ക് മെയിൻ ഹൗസിനോട് അറ്റാച്ച്ഡ് ആയിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാനി ഫ്ലാറ്റാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്.